നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ചൈനയിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. ഈ മാറ്റം ചൈനയെ വരുന്ന 20 വർഷത്തിനുള്ളിൽ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറിയിരിക്കുന്ന ചൈന ഒരു വലിയ സാമൂഹിക മാറ്റത്തിന് കൂടി വഴിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കേന്ദ്രീകൃതമായിരുന്ന വൈവാഹിക ജീവിതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരുന്ന സമൂഹമായിരുന്നു ചൈന. എന്നാൽ ഇന്ന് അവിടുത്തെ യുവജനങ്ങൾ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. പലരും വിവാഹം ചെയ്യാൻ തന്നെ താല്പര്യം കാണിക്കുന്നില്ല. അതുമാത്രമല്ല, പല യുവാക്കളും ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഈ മാറ്റം ചെറിയൊരു സാമൂഹിക പ്രവണത മാത്രമല്ല ചൈനയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ചൈനയുടെ ഭാവി ജനസംഖ്യയെയും സാമ്പത്തിക വ്യവസ്ഥയും തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ചൈനയിലെ വിവാഹങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 2013 ചൈനയിൽ ഏകദേശം 13 മില്യൺ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ആ സംഖ്യ ഏകദേശം പകുതിയിലധികമായി താഴ്ന്നിരിക്കുകയാണ്. 2024 ചൈനയിൽ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങളുടെ എണ്ണം ഏകദേശം 6 മില്യൺ മാത്രമാണ്. ഇത് 2013 മില്യൺ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. അതായത് യുവജനങ്ങൾ വിവാഹത്തെ ജീവിതത്തിലെ പ്രധാന ഘട്ടമായി കാണുന്ന രീതിയിൽ വലിയ മാറ്റം ഇതിനോടകം തന്നെ ചൈനയിൽ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ചൈനയിലെ വലിയ നഗരങ്ങളിൽ ഒരു പുതിയ ജീവിത രീതിയാണ് വളർന്നു വരുന്നത്. യുവജനങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് സ്വന്തം കരിയർ, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, ജീവിതത്തിലെ സൗകര്യങ്ങൾ എന്നിവ മാത്രം കൂടുതൽ പ്രാധാന്യമായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ പലരും വിവാഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. ചിലർ പറയുന്നത് വിവാഹം ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്നാണ്. അതിനാൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഈ മാറ്റത്തിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. അത് ചൈനയിലെ നഗരങ്ങളിലെ ഉയർന്ന ജീവിത ചെലവാണ്. ചൈനയിലെ പ്രധാന നഗരങ്ങളായ ബീജിംഗ്, ഷാങ്ഹായ് പോലുള്ള വീടുകൾക്ക് വളരെ വില കൂടുതലാണ്. വീടുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും വളരെ വില കൂടുതലാണ്. ഒരു കുടുംബമായി ജീവിക്കാൻ ഒരു വീട് വാങ്ങുക എന്നത് വളരെ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമായി ഇതിനോടകം തന്നെ ചൈനയിൽ മാറിയിരിക്കുന്നു. കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവും വളരെയധികം കൂടിയിരിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ദൈനംദിന ചെലവുകൾ എന്നിവ ചേർന്നാൽ ഒരു കുട്ടിയെ വളർത്താൻ വലിയ സാമ്പത്തിക ശേഷി ആവശ്യമാണ്. അതിനാൽ തന്നെ പല യുവജനങ്ങളും വിവാഹവും കുട്ടികളും നിലവിൽ തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെ സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു മാറ്റം. ഇന്ന് ചൈനയിലെ സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന കരിയറുകൾ പിന്തുടരുകയും ചെയ്യുന്നവരാണ്. അവർ സ്വന്തം ജീവിതം സ്വതന്ത്രമായും നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ പല സ്ത്രീകളും വിവാഹം വൈകിപ്പിക്കുകയോ ചില സ്ത്രീകൾ വിവാഹം തന്നെ ഒഴിവാക്കുകയോ ചെയ്യുന്നു. ഇത് ചൈനീസ് സമൂഹത്തിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത വലിയൊരു സാമൂഹിക മാറ്റമാണ്. ഈ എല്ലാ കാരണങ്ങളുടെയും ഫലമായി ചൈനയിലെ ജനനനിരക്കിൽ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. സാധാരണയായി ചൈനയിൽ കുട്ടികൾ ജനിക്കുന്നത് വൈവാഹിക ജീവിതത്തിലൂടെയാണ്. അതിനാൽ തന്നെ വിവാഹങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കുട്ടികളുടെ ജനനനിരക്കിലും വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് ചൈനയിൽ ഒരു സ്ത്രീക്ക് ശരാശരി ഒരു കുട്ടി മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ ജനസംഖ്യ നിലനിർത്താൻ ശരാശരി 2 കുട്ടികളെങ്കിലും അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ ഫലങ്ങളിൽ ഒന്നാണ് വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളുടെ എണ്ണം. അടുത്ത വർഷങ്ങളിൽ ചൈനയിൽ 60 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളുടെ എണ്ണം വൻതോതിൽ ഉയരുമെന്ന് ഇതിനോടകം തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2035 ചൈനയിൽ ഏകദേശം 400 മില്യൺ ആളുകൾ 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും എന്ന് പല കണക്കുകളും സൂചിപ്പിക്കുന്നു. ഇത് ലോകത്തിലെ പല രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയെക്കാളും കൂടുതലാണ്. ഉദാഹരണത്തിന് അമേരിക്കയിലെ മൊത്തത്തിലുള്ള ജനസംഖ്യയോളം വരും ഈ വയോജനങ്ങളുടെ കണക്ക് എന്നതാണ്. ഇതിനർത്ഥം ചൈനയിൽ ഭാവിയിൽ കൂടുതൽ ആളുകൾക്ക് പെൻഷനും ആരോഗ്യ പരിചരണത്തിനും വേണ്ടി ആവശ്യമായി വരും എന്നതാണ്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ ചൈനയുടെ ഭാവിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി, തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള വൻ കുറവ്. 2, യുവജനങ്ങൾ കുറവായി ജനിക്കുന്നതിനാൽ തന്നെ ഭാവിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. കൂടുതൽ മുതിർന്നവരെ പിന്തുണയ്ക്കാൻ സർക്കാരിന് കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരെ പരിചരിക്കാനുള്ള യുവജനങ്ങളുടെ എണ്ണത്തിലും വളരെയധികം കുറവ് വരും. ഇത് രാജ്യത്തിൻ്റെ പെൻഷൻ സംവിധാനത്തിനും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയ ഭാരം സൃഷ്ടിക്കും. മൂന്നാമതായി, ജനസംഖ്യ കുറയുന്നത് സാമ്പത്തിക വളർച്ചയെ പോലും ബാധിച്ചേക്കാം.
നിലവിൽ ഇതിനോടകം തന്നെ ഈ പ്രശ്നത്തെ മനസ്സിലാക്കി ചൈനീസ് സർക്കാർ നിരവധി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻകാലത്ത് ചൈനയിൽ വൺ ചൈൽഡ് പോളിസി എന്നൊരു കർശന നിയമം ഉണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിന് ഒരു കുട്ടി മാത്രം അനുവദിച്ചിരുന്ന നിയമം. എന്നാൽ ഇപ്പോൾ ആ നിയമം പൂർണ്ണമായി തന്നെ ചൈനീസ് ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് ചൈനയിൽ 2-3 കുട്ടികൾ വരെ ഉണ്ടാകാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ ചില നഗരങ്ങളിൽ വിവാഹം ചെയ്യുന്ന ദമ്പതികൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം വരെ നൽകുന്നു. ചില സ്ഥലങ്ങളിൽ വിവാഹത്തിനായി ക്യാഷ് വൗച്ചറുകൾ നൽകുന്ന പദ്ധതികൾ വരെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളെ വളർത്താൻ സഹായിക്കുന്ന രീതിയിൽ ചൈൽഡ് കെയർ സബ്സിഡീസ്, മറ്റേണിറ്റി ബെനിഫിറ്റ്സ് തുടങ്ങിയ പല പദ്ധതികളും ചൈനീസ് സർക്കാർ ഇതിനോടകം തന്നെ നടപ്പിലാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ബർത്ത് ഫ്രണ്ട്ലി സൊസൈറ്റി എന്നൊരു വിപ്ലവകരമായ ആശയത്തിന് കൂടി ചൈനീസ് സർക്കാർ ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് കുടുംബങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുകയും കുട്ടികളെ വളർത്തുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഈ പദ്ധതിയിലൂടെ ചൈനീസ് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്നിരുന്നാലും വിദഗ്ധർ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നത് വളരെ എളുപ്പമല്ല എന്നതാണ്. കാരണം യുവജനങ്ങളുടെ ജീവിതശൈലിയും അവരുടെ ചിന്താഗതിയും മാറിയിരിക്കുകയാണ്. ഒരിക്കൽ മാറിയ സാമൂഹിക പ്രവണതയെ തിരിച്ചു കൊണ്ടുവരിക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പലരും പറയുന്നത് ചൈനയുടെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തികമോ സൈനികമോ ആയിരിക്കില്ല, അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ്. യുവജനങ്ങൾ വിവാഹം ചെയ്യാത്തതും കുട്ടികൾ കുറയുന്നതും തുടർന്നാൽ അടുത്ത 20 മുതൽ 30 വർഷത്തിനുള്ളിൽ ചൈനയുടെ ജനസംഖ്യയും തൊഴിൽ ശക്തിയും ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. ഒരു കാലത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ചൈന ഇന്ന് പുതിയ ഒരു യാഥാർത്ഥ്യത്തെ നേരിടുകയാണ്. യുവജനങ്ങളുടെ ജീവിത രീതിയിലുള്ള ഈ മാറ്റം രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ ഘടകമായി മാറിയിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഈ പ്രശ്നം ചൈന എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ലോകം മുഴുവൻ ആഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.